ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റർ ഫ്രൈഡ് നൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സ്റ്റർ ഫ്രൈഡ് നൂഡിൽസിന് എന്നൊക്കെ വേണ്ടിയെന്ന് വെച്ചാൽ പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഭക്ഷണകാര്യത്തിൽ അതായത് ചൈനീസ് ആയാലും നമ്മുടെ നാടൻ ഭക്ഷണമായാലും ഇന്ത്യൻ ഫുഡ് മൊത്തം നോക്കുവാന്നേലും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നതും നൂഡിൽസ് തന്നെയാണ്. ബേസിക്കലി പിള്ളേർ എന്നാ സ്കൂളിൽ പോയിച്ച് വരുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറോ പലഹാരമോ എന്നതെല്ലാം കൊടുത്തു വിടും. എന്നാലും പിള്ളേരുണ്ടല്ലോ, ദിവസവും നമ്മൾ വെറൈറ്റി കൊടുത്താലും പിള്ളേർ എന്നാ പറയുന്നതെന്നറിയോ, ഇന്ന് എന്നേലും വ്യത്യാസം തരാമോന്ന്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്മമാരൊട്ടും കുറയ്ക്കല്ല. ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. എഗ് നൂഡിൽസ് എന്ന് പറയുന്നത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം മേടിക്കാൻ കിട്ടും. അതല്ല മാഗിയിലാണ് ട്രൈ ചെയ്യുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ മാഗിയിൽ നോക്കി വെച്ചാൽ മതി. ഏതായാലും നോ പ്രോബ്ലം. അതിന് വേണ്ടിയിട്ട് എന്നാ വേണ്ടിയെന്ന് നോക്കിക്കോ. ഇത് ഞാൻ മേടിച്ചേക്കുന്ന എഗ് നൂഡിൽസ് ആണ്. ഈ എഗ് നൂഡിൽസ് ഉപ്പും ഇച്ചിരി എന്നാ പറയുക എണ്ണയും കൂടെ ഒഴിച്ച് വെച്ച് വേവിച്ച് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി വെച്ച് അതിൻ്റെ സ്റ്റാർച്ച് എല്ലാം കളഞ്ഞേച്ച് വെച്ചേക്കും. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അതിനെ ഒട്ടിപ്പിടിക്കുകയല്ലേ, അതില്ലാതെ നമുക്ക് കിട്ടും. പക്ഷെ എന്നാലും അതിനൊരു എന്നാ പറയുക സ്റ്റാർച്ച് ഉണ്ട്. അത്രയും നമുക്ക് കിട്ടുകയില്ലേലും ഒരു ഇച്ചിരി തനിയെ നിൽക്കും. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം, ഇച്ചിരി ബീൻസ്, കുറച്ച് ക്യാബേജ്, ഇത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അതായത് ഉള്ളിത്തണ്ടാണ്, പിന്നെ ഇച്ചിരി ഉപ്പ്, ഒരു സോയാ സോസ്, ടൊമാറ്റോ സോസ്, കുറച്ച് ചില്ലി സോസ്. ഇത്രയും സാധനമാണ് വേണ്ടിയത്. ഞാൻ എപ്പോഴും പറയുകയല്ലേ, നമ്മുടെ വീട്ടിൽ 3 സോസ് ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക ചൈനീസ് സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ ഒക്കും. ഈവൻ പരീക്ഷണം പോലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സ്റ്റർ ഫ്രൈഡ് ഏറ്റവും എളുപ്പമാണ്. ഈ പറഞ്ഞ പോലെ നൂഡിൽസ് അങ്ങോട്ട് വേവിച്ച് വെക്കുവാന്നേൽ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് വരും. പിന്നെ ഈ പച്ചക്കറി എല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. ഇല്ല എന്ന് നമ്മൾ കരുതാത്തതുമായത് ഒന്നേ ഉള്ളൂ ക്യാപ്സിക്കം. പക്ഷേ ഈ ക്യാപ്സിക്കത്തിന് ഒരുപാട് നല്ല ഹെൽത്ത് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയാൻ നേരമില്ല, പക്ഷെ പഠിച്ചേച്ച് ഞാൻ ഡെഫിനറ്റ്ലായിട്ട് പറയും. അത് കളയരുത്. ഒത്തിരി പൊട്ടാസ്യം ഉണ്ട് അതിനകത്ത്. ഒരു കാര്യം ഞാൻ അതിനകത്ത് പഠിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ക്യാപ്സിക്കം നമുക്ക് ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി മെലിയാനൊക്കെ ഹെൽപ്പാന്ന് പറഞ്ഞേ. മെലിയുന്ന കാര്യം എന്നാ കേട്ടാൽ ഞാൻ എന്തായാലും ചെവി ഓർക്കും. എന്നതാ മെലിയുന്ന കാര്യം, അത് മേലനങ്ങാത്താന്നേൽ ഹാപ്പി. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഉപയോഗിക്കേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ്. ഇത് ഒത്തിരി പിടിക്കാനൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നൂഡിൽസേലൊന്നും എന്താ പറയുക ഇറച്ചി മീനും പോലെ ഒന്നും പിടിക്കുകയില്ല. അതുകൊണ്ട് ഇത് ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂക്കണം. മേടിക്കുന്ന അന്നേൽ ഡെഫിനറ്റായിട്ട് മൂക്കണേ. ഇതിനകത്തോട്ട് ഇച്ചിരി എന്താ പറയുക സവാള ഇടണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിഞ്ഞിടാം. കുറച്ച് ചോപ്സോയിൻ പറഞ്ഞിട്ട് ഒരു ലീഫും അതിൻ്റെ ഒരു വെജിറ്റബിൾ കിട്ടും, അത് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്പ്രൗട്ട്സ് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊന്നും നമ്മൾ വീട്ടിൽ കരുതുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ വീട്ടിൽ എന്നാ ഉണ്ടോ ആ വെജിറ്റബിൾ വെച്ചേച്ചാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് വരാതെ പോവോ ഇല്ല കേട്ടോ. ഇതിനകത്തോട്ട് ക്യാരറ്റ്, ബീൻസും ക്യാപ്സിക്കം. ക്യാബേജ് പെട്ടെന്ന് ഇടണ്ട. ഇതിനെല്ലാത്തിനകത്തും ഒരു ആ ക്രഞ്ചിനെസ് മെയിൻറ്റെയിൻ ചെയ്യണം. നൂഡിൽസിനകത്ത് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുവാന്നേലും നമുക്കറിയാം ഇതൊന്നും ഒത്തിരി വെന്ത് പോവുകയില്ല. നൂഡിൽസ് ആന്നേലും നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചേക്കുക. പക്ഷെ പച്ചക്കറിക്കകത്ത് ഉപ്പില്ല, അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇടുവാന്നേ. ഹോട്ടൽസിലൊക്കെ ചെയ്യുമ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമേൽ ഹൈ പ്രഷറേലാണ് ചെയ്യുന്നത്. അവരൊരിക്കലും സിം ആക്കുകയല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നൂഡിൽസിനകത്തൊക്കെ നമുക്കറിയാം, നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു സെമി അതായത് ഒരു ഹാഫ് വേവ് എത്രയായാലും പച്ചക്കറിക്ക് കാണും.
ഇതൊരു ഇച്ചിരി ഒന്ന് ആയി കഴിയുമ്പോഴത്തേന് ഇതിനകത്തോട്ട് ക്യാബേജ് ഇടുക, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, ഇനിയാണ് നമ്മൾ സോസസ് ചേർക്കാൻ പോകുന്നത്. സോസ് എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ 3:2:1, അതായത് 3 ടീസ്പൂൺ നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കുകയാണെങ്കിൽ 2 സോയാ സോസും 1 ചില്ലി സോസും ചേർക്കുക. പിന്നെ ഈ സോയാ സോസിന് ബേസിക്കലി ഹാർഡ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ഇത് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുക ഏതാ നമ്മുടെ കയ്യിലുള്ള, അതായത് പുളി കൂടുതലായിരിക്കും അതിന്, അതനുസരിച്ച് നമ്മൾ സോസ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ കയ്യിൽ എന്തോരം അളവുണ്ട്, നൂഡിൽസ് എന്തോരം നമ്മുടെ കയ്യിലുണ്ട്, നൂഡിൽസ് മുഴുവൻ കോട്ടാവണം, അത് ആ അളവ് നമ്മൾ കയ്യിലെടുക്കുന്ന കൂട്ടിരിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആ 3:2:1 എന്ന് പറഞ്ഞ് ചേർക്കാം. ചേർത്ത് വെച്ച് നമുക്ക് അഥവാ പോരാൻ തോന്നുക, ആ സോസ് അത്രയും പോരാ, അത്രയും നൂഡിൽസിന് തോന്നുവാണെങ്കിൽ സെയിം റേഷ്യോ പോലെ തന്നെ ഒരു പ്രാവശ്യവും കൂടെ ചേർക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ചേർക്കുന്ന കുറച്ച് ഹാർഡാണ്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ, 1.5 ടീസ്പൂണേ ചേർക്കത്തുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഇത് ഇച്ചിരി ഒന്ന് പച്ചക്കറിയിലെല്ലാം ഒന്ന് പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ നൂഡിൽസും കൂടെ ചേർക്കണം. ഒരു കാര്യമുണ്ട്, എന്നാന്ന് പറയുക, പിള്ളേരാന്നേലും പച്ചക്കറി ഒത്തിരി തിന്നില്ലേൽ ഈ നൂഡിൽസിൻ്റെ കെയർ ഓഫിലെങ്കിൽ നമുക്ക് കുറച്ച് പച്ചക്കറി കഴിപ്പിക്കാൻ ഒക്കും. ഇനി അതുമല്ല, കുറച്ച് ചട്ടമ്പി മക്കളാന്നേൽ ഈ പച്ചക്കറി അങ്ങ് എടുത്തു മാറ്റി വെച്ച് നൂഡിൽസ് മാത്രം കഴിക്കുന്നവരും ഉണ്ട്. ഇതിനെ കുറച്ച് ഹൈ ഫ്ലെയിമേൽ നമ്മൾ ഈ പറയുന്ന പോലെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക. ഡ്രൈ ആക്കി എടുത്തേച്ച് ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് ഉപ്പ് ചേർക്കാം. അതല്ല, കുറച്ച് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് എങ്കിൽ, ഇതിനകത്ത് ആക്ച്വലി ചേർക്കാറില്ല, പക്ഷേ ഇഷ്ടമാണെന്നുവെങ്കിൽ ഇച്ചിരി അതിടാം. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ മക്കൾ ഇനി ഇത് തന്നെ കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു, ഇതിൻ്റെ കൂടെ ഒരു ബുൾസൈ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ. കാരണം ബുൾസൈയും കൂടെ വെച്ചാൽ ഒരു അമേരിക്കൻ ചോപ്സിയുടെ ഒരു ഫാമിലി കാറ്റഗറി, പക്ഷേ ആ സെയിം ഇൻഗ്രീഡിയൻസ് ഒന്നുമല്ല നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത്, എൻറ്റയർലി ഡിഫറെൻറ്റ്. പക്ഷെ ഒരു മുട്ട കാണുമ്പോൾ പിള്ളേർക്കൊരു അട്രാക്റ്റീവ്, അത്രേ ഉള്ളൂ കേട്ടോ. എന്നാൽ ഈ സോസ് എല്ലാം നമ്മുടെ നൂഡിൽസെ പിടിക്കുകയും വേണം. എന്നാൽ പച്ചക്കറി ഒന്നും വേവാനും പാടില്ല, നൂഡിൽസ് ഈ പറഞ്ഞ പോലെ ഒട്ടിപ്പിടിച്ച് ഒന്നൊന്നിനിതായിട്ടാവാനും പാടില്ല. അതെല്ലാം തനിയായിട്ട് കിടക്കുകയും വേണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റർ ഫ്രൈ നൂഡിൽസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഓഫ് ചെയ്തേച്ച് ഇനി സെർവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്ന് നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ പിള്ളേരുടെ കാര്യമൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന കുഞ്ഞു പിള്ളേർ ആരെങ്കിലും ആയിരിക്കുമെന്ന്. പക്ഷേ അല്ല. പക്ഷെ കുഞ്ഞു പിള്ളേരെയും ഈ പറഞ്ഞ പോലെ വയസ്സെന്നവരെ ഒക്കെ ഒക്കെ നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം, ഭയങ്കര കെയറിങ്ങും പാമ്പറിങ്ങും കൊടുക്കണം എന്ന് പറയും. പിന്നെ ആണെങ്കിൽ എനിക്കൊരു ഇഷ്ടം എന്നാന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കുറച്ചൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു ഭക്ഷണം കൊടുക്കുക, ആ ടേസ്റ്റ് മനസ്സിലാക്കിക്കുക എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകിച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു.